വയനാട്ടിലുണ്ടായ മറ്റൊരു മണ്ണിടിച്ചിൽ ദുരന്തം അതിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് സംസ്ഥാനം. ഇതിനകം 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 5 പേരെ കാണാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് എത്തുകയും തെരച്ചിലുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുകയും ചെയ്യും. 2 മന്ത്രിമാർ വയനാട്ടിൽ തുടരുന്നുണ്ട്. ഏതായാലും മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് തന്നെ സർക്കാർ നേരിട്ട് വിശേഷിപ്പിച്ച ഒരു ദുരന്തമായി കൂടി ഇത് മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ചൂരൽമല ദുരന്തത്തിൻ്റെ പ്രത്യാഘാതം മാറാത്ത ഒരു ജനതയാണ്. അതിന് പിന്നാലെയാണ് വല്ലാത്ത പരിഭ്രാന്തി ആ മേഖലയിലുള്ളത് എന്നുള്ളതാണ്. വിശദമായി തന്നെ ഈ വാർത്ത നോക്കാം. ഒപ്പം അർജന്റീനയുടെ മെസ്സിയുടെ അതിശക്തമായ തിരിച്ചുവരവിന് ഇന്നലെ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചു. 2 ഗോളുകൾ പിന്നിട്ടതിനു ശേഷം 3 ഗോളുകൾ അടിച്ച് ആ മത്സരം ജയിച്ച് ക്വാർട്ടറിലെത്തിയ അർജന്റീനയുടെ മാസ്മരിക പ്രകടനം അത് ഫുട്ബോൾ ലോകത്തിന് ആവേശമായി. വിശദമായി തന്നെ ആ വാർത്ത പരിശോധിക്കാം. മറ്റൊന്ന്, അമേരിക്കയുടെ തിരിച്ചടിയാണ്. ഹോർമുസിൽ 3 കപ്പലുകളെ തുടർച്ചയായി ആക്രമിച്ച ഇറാന് അമേരിക്ക തിരിച്ചടി നൽകുന്നു. ഇറാന്റെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളടക്കം വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരവും ഈ മണിക്കൂറിൽ നൽകാനുണ്ട്. ഇതൊക്കെ വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 3 മരണം. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരം. മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ ദുരന്തബാധിത മേഖല സന്ദർശിക്കും. വയനാട്ടിൽ റെഡ് അലേർട്ട് തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലേർട്ട്. മഹാരാഷ്ട്രയിൽ കനത്ത മഴ. നാസിക്കിൽ 300 മില്ലിമീറ്റർ വരെ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മേഘവിസ്ഫോടനത്തിനും സാധ്യത. മുംബൈയിൽ 90 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നും കാലാവസ്ഥാ കേന്ദ്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഇന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിക്കാൻ സാധ്യത. വിജിലൻസ് ഡയറക്ടർ മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. സുഗതന് നിർണായകം. 6 മാസം ജയിലിലടയ്ക്കണമെന്ന് കാപ്പ ഉപദേശക സമിതി. ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം തുലാസിൽ. ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച അമേരിക്ക. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈൽ ആക്രമണം. ലക്ഷ്യം വെച്ചത് മിസൈൽ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും. ഹോർമുസിലെ ആക്രമണത്തിനുള്ള മറുപടി എന്ന് വിശദീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച. ഫുട്ബോളിൽ വീണ്ടും മെസ്സി മാജിക്. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. മെസ്സിപ്പനയുടെ ജയം 2-നെതിരെ 3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡും ക്വാർട്ടറിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദുരന്ത ഭൂമിയായി വയനാട്. വയനാട് കള്ളാടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും ഇന്നലെ രാത്രി വൈകിയും വ്യാപകമായ കാര്യമായ തെരച്ചിലുണ്ടായി. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ചു. ഒപ്പം ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം, NDRF സംഘമടക്കം അവിടെയുണ്ട്. മന്ത്രിമാർ നേതൃത്വം നൽകുന്നുണ്ട്. ഇനി കണക്കനുസരിച്ച് 5 പേരുടെ വിവരം കൂടി ലഭിക്കാനുണ്ട്. ഇവർ മണ്ണടിയിൽ പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടാവർ നായ്ക്കൾ, ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യ ശരീരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന കടാവർ നായ്ക്കളെയും തെരച്ചിലിന് എത്തിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയോടെ പാലത്തിന് മുകളിലെ മണ്ണ് പൂർണ്ണമായി നീക്കാൻ സാധിച്ചു. പ്രദേശത്ത് കടുത്ത നിയന്ത്രണം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രദേശവാസികളെ മാത്രം കടത്തി വിട്ടുകൊണ്ടുള്ള താൽക്കാലിക ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കമ്പനിയുടെ ജീവനക്കാരാണ് ഈ മരണപ്പെട്ടത്. മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രബാൻ
സിവിൽ ഫോർമാൻ ബീഹാർ സ്വദേശി ബികാഷ് കുമാർ, തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി അൻമോൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി സതീശൻ ഇന്ന് ദുരന്ത പ്രദേശത്തേക്ക് എത്തും. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും വയനാട്ടിൽ തുടരുകയാണ്. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളത് 5 പേരെയാണല്ലേ? 5 പേരുടെ വിവരങ്ങളാണ് കിട്ടാനുള്ളത്. ഈ 5 പേരും ജീവനക്കാർ തന്നെയാണോ ഈ കമ്പനിയുടെ? നാട്ടുകാർ അത്തരം ആളുകളൊക്കെ പൂർണ്ണമായും സുരക്ഷിതരാണല്ലോ? ഇപ്പോൾ അനുമോദ് നിൽക്കുന്ന അവിടെ ആ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴയുണ്ട്. ഇന്നലെയും മഴയുണ്ടായിരുന്നു. മഴ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്നലെ മുതലുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെരച്ചിലിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാം. പലപ്പോഴും മഴ കാരണം ഈ തെരച്ചിൽ പൂർണ്ണമായ തോതിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം മണ്ണ് ഇടിഞ്ഞ നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ രാത്രി വൈകി മണ്ണ് മാറ്റുന്ന നടപടികൾ, ആ പാലത്തിന് മുകളിൽ മണ്ണ് മാറ്റുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് പ്രവേശനം ആർക്കുമില്ല. പ്രദേശവാസികൾക്ക് മാത്രമാണ് കർശന ഉപാധികളോടെ അവിടേക്ക് പ്രവേശനമുള്ളത്. മാധ്യമങ്ങൾക്കടക്കം അവിടേക്ക് പൂർണ്ണമായും പ്രവേശനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധ കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4 സോണുകളായിട്ടാണ് നടത്തുന്നതെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ അപകടം നടന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള ഇടങ്ങൾ അത് 4 സോണാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ തന്നെ NDRFിൻ്റെയും പോലീസിൻ്റെയും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അവരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. 7 മുതൽ 10 അടി വരെ ഉയരത്തിലാണ് മണ്ണ് വീണിട്ടുള്ളത്. ഇത് നീക്കിത്തിരയുക എന്നുള്ളതാണ് വലിയ ഒരു വെല്ലുവിളി. അതിന് ഈ മഴ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ പലയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചി ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ തൊഴിലാളികളുടെ ബസ് ആ മണ്ണിനടിയിൽ കുടുങ്ങിയതായിട്ടുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ജീവനക്കാരില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ബസ്സിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കാനായിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഇവിടേക്ക് തദ്ദേശവാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആരും തന്നെ ഇതുവരെ പ്രദേശത്തുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. ആരുടെയും ഈ പ്രദേശവാസികളുടെ എല്ലാം തന്നെ വീടുകളിലൊക്കെ പരിശോധന നടത്തുകയും അവിടെ അങ്ങനെ ആരും കാണാതായ വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. അപകട മേഖലയിൽ സ്നിഫർ ഡോഗുകളുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. മണ്ണിടിഞ്ഞ പ്രദേശത്തിന് 500 മീറ്റർ ചുറ്റളവിൽ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിലാണിപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലേക്കും എത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ്. എന്നാണെങ്കിലും കനത്ത നിയന്ത്രണം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി ടൗണിലും ബോച്ചെ എസ്റ്റേറ്റ് തുടങ്ങിയ ഈ അപകടം നടന്നതിന് 500 മീറ്റർ പരിധിയിലെല്ലാം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്, മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനവും വിലയിരുത്തലും തുടർ നടപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം വിലയിരുത്തലായിട്ട് ഉണ്ടാകും. വലിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ്, ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു തെരച്ചിലിനും മറ്റു നടപടികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തീർത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും തിരച്ചിൽ ഇന്നും രക്ഷാദൗത്യമടക്കം തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനുമോദ്, ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ട്. അവർ 7 പേരാണ് എന്നാണ് കണക്കനുസരിച്ച് മനസ്സിലാകുന്നത്. ഇവരുടെ നില എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രധാനമാണല്ലോ. 2 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് 2 പേർ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെയും ആ വാർത്ത പുറത്തു വന്നിരുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇവരൊക്കെ മരിച്ചവരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയോ? മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികൾ അത് വേഗം പൂർത്തിയാകുമെന്ന് കരുതാം. രഞ്ജിത്ത്, 3 പേരുടെ പേരുകൾ മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രവാൻ, ബീഹാർ സ്വദേശിയായ ബികാഷ് കുമാർ, ജാർഖണ്ഡ് സ്വദേശി അൻമോൾ എന്നിവർ മരണപ്പെട്ട 3 പേര്. അതുപോലെ കാണാതായവരിൽ എല്ലാവരും തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിക്രം റാണ, ഹിമാചൽ പ്രദേശിലെ രാഹുൽ, ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇമ്രാൻ, പശ്ചിമബംഗാൾ സ്വദേശിയായ രാകേഷ്, ഉത്തർപ്രദേശ് സ്വദേശിയായ അസറുദ്ദീൻ അൻസാരി
ഇവരാണ് ഇനി ഈ 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എംബാം ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ സഹായത്തോടെ വിമാനമാർഗവും അങ്ങനെ സാധ്യമാവുന്ന ദൂരത്ത് വിമാനത്തിലേക്ക് വിമാനമാർഗത്തിലൂടെയും ബാക്കിയുള്ളവരും ട്രെയിൻ വഴിയുമാണ് മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്നും എംബാം നടപടികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചികിത്സയിലുള്ളവർ 3 പേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാനാകുന്നത്. കാണാതായവരുടെ തെരച്ചിലിനൊപ്പം തന്നെ ഈ രക്ഷപ്പെട്ടവരെ അവരുടെ ജീവൻ നിലനിർത്താനുള്ള പരമാവധി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് ഇന്നലെ തന്നെ മന്ത്രി എ പി അനിൽകുമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതും പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അപകടത്തിൽ ഈയൊരു കാണാതായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി ചികിത്സയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യമായ ശ്രമങ്ങളും നടത്തുക, ഇതിനാണിപ്പോൾ മുൻതൂക്കം നൽകുന്നത്. തെരച്ചിലിനൊപ്പം ഇവരുടെ ചികിത്സ അത് പരമാവധി സാധ്യമായ എല്ലാ ചികിത്സയും നൽകി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകരമായ ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിച്ചു വരുന്ന മണ്ണ് കിലോമീറ്ററോളം ഉയരത്തിൽ 1/2 കിലോമീറ്ററോളം ഈ മണ്ണും ചെളിയും അടക്കം ഇങ്ങനെ വളരെ ശക്തമായി കുതിച്ചു വന്നു. നിരവധി ആളുകൾ മണ്ണിനടിയിലായി. 5 പേരെക്കുറിച്ച് ഇനി വിവരം കിട്ടാനുണ്ട്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനകം 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ അനുമോദ്, മുഖ്യമന്ത്രി ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹം എത്തുക എന്ന് മനസ്സിലാകുന്നു. 10:30-ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. ഒപ്പം 2 മന്ത്രിമാരുടെ നേതൃത്വമുണ്ട് ഇന്നലെ മുതൽ തന്നെ. ഇന്നലെ സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യം, പ്രത്യേകിച്ചും സിദ്ദിഖ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. ഈ കമ്പനിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന കാര്യം. പക്ഷെ അത് സംഭവിച്ചില്ല. അതിൽ ഈ അപകടത്തിന് വലിയ കാരണമായി മരണപ്പെട്ട അവരുടെ ജീവനക്കാരും. അത് വളരെ ഗൗരവതരമായ ഒരു സംഗതിയാണ്. ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും സർക്കാരിന്. ഇത്തരം കളക്ടറടക്കം ശക്തമായ ഉത്തരവ് നൽകിയിട്ടും അവരുടെ കെടുകാര്യസ്ഥത ഈ അപകടത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. ഒപ്പം മേപ്പാടി ചൂരൽമല പ്രദേശമൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുകാരെ മാത്രം കടത്തിവിടുക, അത്തരം കാര്യങ്ങൾ. ഇതൊക്കെ എപ്പോഴേക്ക് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്? ആ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടം വരെയായി? രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉള്ള പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നീക്കങ്ങൾ. അതായത് ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതായിരുന്നു. പക്ഷേ അത് നീക്കം ചെയ്യാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രധാനമായിട്ടുള്ള വിമർശനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കരാർ ഏറ്റെടുത്ത ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അവരുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്ത് ഇറക്കിയിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞ ഒരു കാര്യം കനത്ത മഴയാണ്. അതായത് വയനാടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയാണ്. ഇത് പ്രദേശത്തിലും അധികമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ ഈ ഖനനം ചെയ്യുന്ന വസ്തുക്കൾ അത് അംഗീകൃത മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. കടുത്ത നിയമപാലന നടപടിക്രമം ഉള്ളതിനാൽ പ്രൊജക്റ്റിൽ സാങ്കേതിക വിദ്യയ്ക്കുള്ള പിഴവ് വളരെ കുറവാണെന്ന് അവർ വിശദീകരിക്കുന്നു. ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് സർക്കാരിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ നടപടികൾക്കനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ വാർത്താക്കുറിപ്പിൽ അവർ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് സംഭവം ദൗർഭാഗ്യകരമാണ്, പക്ഷേ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട പിഴവുകൾ അവരുടെ ഭാഗത്തുണ്ടായതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമോ അത് അംഗീകരിക്കുന്ന ഒരു സമീപനമോ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ഈ സുരക്ഷാ ഏജൻസികളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വിശദീകരണം മാത്രമാണ് അവർ നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ ആദ്യത്തെ പ്രസ്താവന തന്നെ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. അതായത് ആ ഒരു പ്രദേശത്ത് കുന്നുകൂടിക്കിടന്ന മണ്ണ് അത് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ഈ ഒരു മഴക്കാലത്തിൻ്റെ ശക്തമാകുന്ന മഴ വരുമെന്ന സാധ്യത മുന്നിൽ കണ്ടു നൽകിയിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ അത് നടന്നില്ല എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്. വലിയ ഒരളവിലുള്ള മണ്ണുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമായൊരു പ്രതിസന്ധിയാണ് എന്നുള്ളത് ഇരിക്കുകയും കമ്പനിക്ക് അത്
ചെയ്യാനുള്ളൊരു ബാധ്യത കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയബന്ധിതമായിട്ട് അത് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. എന്താണെങ്കിലും ഈ തെരച്ചിൽ പൂർത്തിയായതിനു ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് കുറേ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്ന് വേണം കരുതുവാൻ. മാത്രമല്ല ഈ പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലൊക്കെ അക്കാര്യങ്ങളായിരിക്കും ഇനി കൂടുതൽ ചർച്ചയാവുക. എന്തെങ്കിലും തരത്തിലുള്ള പിഴവ് ഈ ഒരു എക്സിക്യൂഷനിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. എന്താണെങ്കിലും ഇന്നത്തെ ആദ്യ പ്രഥമ പരിഗണന ഈ ഒരു തെരച്ചിൽ പൂർത്തീകരണത്തിന് തന്നെയാണ്. കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പൂർത്തീകരിക്കുകയും ഒപ്പം ചൂരൽമലയിലേക്കുള്ള പാത അവിടെ സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്കുള്ള സംവിധാനം ഒരുക്കുക എന്നീ 2 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥരുടെ മുമ്പിലുള്ളത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളതാണ്, നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വലിയൊരു ദുരന്തം, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ മേഖല മുക്തമായിട്ടില്ല. തൽക്കാലം ഇനി ചെയ്യാനുള്ളത് ആ മേഖലയിലെ ഗതാഗതമടക്കം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ, നാട്ടുകാർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. CV അനുമോദാണ് തത്സമയം അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് IC ബാലകൃഷ്ണൻ MLA. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് പിശകില്ലെന്നും MLA വ്യക്തമാക്കി. MLA ശ്രീ IC ബാലകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. സർ, ഇതൊരു ദുരന്തം വീണ്ടും വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്? ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കാരണം ഈ ഒരു പ്രൊജക്ട് ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചപ്പോൾ അതിന്റെ ടെക്നിക്കലായ കാര്യങ്ങൾ കമ്പനി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കൂടാതെ ഇവിടുത്തെ ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും മണ്ണ് നീക്കം ചെയ്യാനും താൽക്കാലികമായി പണി നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് സൂപ്പർവൈസർ പറയുന്നത് 18 പേരാണ് ഇന്ന് തൊഴിലിന് ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവർ മസ്റ്റോട് ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ 9 പേരിന്ന് ഇപ്പോൾ മേപ്പാടി മെഡിക്കൽ കോളേജിലുണ്ട്. 3 ബോഡി ലഭിച്ചിട്ടുണ്ട്. അതിന് 12. കൂടാതെ ഇനി 5 പേര്, അവർ കണക്കനുസരിച്ച് 5 പേരെയും കൂടി കാണേണ്ടതുണ്ട്. 2 സർവേമാര്, 2 എഞ്ചിനീയർമാര്, 1 ഓപ്പറേറ്റർ. ഇപ്പോ നമ്മളെ ഈ മണ്ണ് മാറ്റണം എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പക്ഷെ അത് തീർച്ചയായും ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തൊരു ഫാൾട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ മഴ വന്നിട്ട്? ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത് ഒരു ഫാൾട്ടും ഇല്ല. ഇത് ജില്ലാ ഭരണകൂടം ഗവൺമെന്റുമായുള്ള ബന്ധപ്പെട്ട കാര്യമല്ല. ഇതൊരു കമ്പനിയാണ്. ആ കമ്പനിയാണ് ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗഹനമായി അതിന്റെ ചർച്ച ചെയ്ത് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത്. ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഇടപെട്ടത്. ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട്. ആ ദുരന്തം എന്ന് പറയുന്നത് ഈ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങൾ, പരാതികൾ മാനിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് യോഗം വിളിച്ച് ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതും ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതും. അപ്പോ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ല ഇതിന്റെ ഭാഗം. ഈ കമ്പനിക്കെതിരെ നടപടിയെടുക്കുക അല്ല, അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന്റെ അനുസരിച്ചുള്ള തീരുമാനം എടുക്കുമല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആ കാര്യത്തെക്കുറിച്ച് പരിശോധിക്കപ്പെടുമെന്ന്. അപ്പോൾ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിനും ജനപ്രതിനിധികൾക്കൊക്കെ നിർദ്ദേശം കൊടുത്തതനുസരിച്ചുള്ള അതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുക. ആ കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. JCBകളുണ്ട്, ടിപ്പറുണ്ട്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇതൊരു വരുത്തിവെച്ച ദുരന്തം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള മണ്ണ് മാറ്റാൻ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും ആവശ്യപ്പെട്ടിട്ടും ആ കമ്പനി അത് മാറ്റിയില്ല എന്ന് പറയുന്നത്. എന്തായാലും ആ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നും ശക്തമായ മഴയ്ക്ക് സംസ്ഥാന സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ട്. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ ഉള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. കോഴിക്കോട്ടും വയനാട്ടിലും റെഡ് അലേർട്ടാണ്. വയനാട്ടിൽ ഇപ്പോൾ അനുമോദ് അവിടെയുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ശക്തമായ മഴ വയനാട്ടിൽ ഇപ്പോഴും പെയ്യുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. നഴ്സറി, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്.
മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സെല്ലിൽ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നും മഹാരാഷ്ട്രയ്ക്ക് ഉയർന്ന കാലാവസ്ഥാ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാസിക്കിൽ 300 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ള മേഘവിസ്ഫോടന സാധ്യതയുണ്ടെന്നും മുംബൈയിൽ മണിക്കൂറിൽ 70 മുതൽ ഒപ്പം 90 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രശ്ന സാധ്യതയുള്ള പ്രദേശങ്ങളിൽ SDRF ടീമുകളെ വിന്യസിച്ചു. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയും പ്രഖ്യാപിച്ചു. താനെയിലും സമാനമായി തന്നെ അവധിയുണ്ട്. റെഡ് അലർട്ടിൽ തുടരുന്ന പാൽഘർ, റായ്ഗഡ് എന്നിവിടങ്ങളിലും ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. പൊതുജന സുരക്ഷയ്ക്കായി മുംബൈയിലെ എല്ലാ പാർക്കുകളും പൂന്തോട്ടങ്ങളും അടച്ചു. എറണാകുളം MG റോഡിൽ കെട്ടിടം ചരിഞ്ഞ നിലയിൽ ഭാഗികമായി തകർന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാഞ്ഞ നിൽക്കുന്ന അവസ്ഥയിലാണ്. ജാക്കി ഉപയോഗിച്ച് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇപ്പോഴും കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ തുടരുകയാണ്. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ സർക്കാർ ഇന്ന് അന്വേഷണം പ്രഖ്യാപിക്കും. ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. മൂല്യനിർണ്ണയത്തിൽ നടന്ന ക്രമക്കേടിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണോ സാധ്യത? വിജിലൻസ് ഡയറക്ടർ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന ആവശ്യവുമുണ്ട്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരവും ഇന്ന് നിശ്ചയിക്കും. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചാകും തീരുമാനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുക. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. 6 മാസം ജയിലിൽ അടയ്ക്കാനാണ് നിർദ്ദേശം. ജാമ്യം തേടി BJP കോടതിയിൽ പോയിട്ടുണ്ട്. കേസിൽ ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിധി പറയും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുഗതൻ ജയിലിൽ തുടർന്നാൽ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വമുണ്ടാകും. സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അതൊരു 20-ാം തീയതിക്കകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ള നിർണായകമായ സാഹചര്യമുണ്ട്. അത് നഗരസഭയിൽ BJPയുടെ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. സംസ്ഥാന BJPയിലെ സാമ്പത്തിക തട്ടിപ്പ് വിവാദത്തിൽ നടപടിക്ക് പാർട്ടി നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി അഞ്ജന, മേഖലാ സെക്രട്ടറി പള്ളിപ്പുറം വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം പാങ്ങപ്പാറ രാജീവ് എന്നിവരെ മാറ്റി നിർത്താനാണ് നീക്കം. അഞ്ജന 1.5 കോടി തിരിച്ചടയ്ക്കണം. തെരഞ്ഞെടുപ്പിന് കേന്ദ്രം സൗജന്യമായി നൽകിയ കൊടികൾക്ക് 1.5 കോടി ചെലവായി എന്ന് വ്യാജ കണക്കുണ്ടാക്കി എന്നാണ് കണ്ടെത്തൽ. ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് തിരിക്കും. ഈ യാത്രയിൽ ഓസ്ട്രേലിയ ഇന്ത്യ വാർഷിക നേതാക്കളുടെ ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ചകൾ നടത്തും. ഇന്നലെ ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരുന്നു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇന്നലെയാണ് ഹോർമുസിൽ 3 കപ്പലുകൾ ഇറാൻ ആക്രമിച്ചത്. അത് അവരുടെ പാതയൊക്കെ ലംഘിച്ചുള്ള യാത്രയെ തുടർന്നായിരുന്നു ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്ന് ഖത്തറിന്റെ കപ്പലായിരുന്നു. ഇറാന്റെ സൗഹൃദ രാജ്യമാണ് ഖത്തർ, നമുക്കറിയാം. ഇതിനെതിരെ ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച് US എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈലുകൾ പതിച്ചു എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ആക്രമിച്ചതിന് മറുപടിയാണ് ഈ ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാഖിൽ നജാഫിൽ നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിലേക്ക് തിരിച്ചെത്തി. മുൻ പരമോന്നതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്ര ഇന്ന് നജാഫിൽ നടക്കാനിരിക്കെയാണ് US-ന്റെ ആക്രമണം. പ്രകോപനപരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, പ്രകോപനം തുടങ്ങിയത് ഇറാനാണ്, സംശയമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായി 3 കപ്പലുകളെ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമിക്കുന്നു. അതിനുള്ള മറുപടിയായി ഇപ്പോൾ ഇത് തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. എന്താണ് സാഹചര്യം? വീണ്ടും വഷളാവുകയാണോ കാര്യങ്ങൾ?
തീർച്ചയായിട്ടും ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രയ്ക്കിടെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തില്ല എന്നും ചർച്ചകൾ പോലും ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിന് ശേഷമായിരിക്കുമെന്നുമായിരുന്നു US-ന്റെ ഒരു വിശദീകരണം. എന്നാൽ അത്തരം ഉപാധികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് US ഇറാനിലെ വിവിധ നഗരങ്ങളിലും അതുപോലെ തന്നെ ഖേഷം ദ്വീപിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനം കാരണമാണ് ആക്രമണം നടത്തിയതെന്നാണ് US-ന്റെ ഒരു വിശദീകരണം. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയും മറ്റൊരു വാണിജ്യ കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഈ ശക്തമായ ആക്രമണം നടന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപേ ഹോർമുസിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അത്തരം മുന്നറിയിപ്പോ വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയിട്ടില്ല. ഒരുപക്ഷെ ഈ ആക്രമണം നടത്തിയത് ഇറാൻ ആണെങ്കിൽ തന്നെ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു വിലാപയാത്ര അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ അത്തരം പ്രസ്താവനകളൊന്നും ഇറക്കാതിരുന്നത്. എന്തായാലും പ്രതികാര നടപടി എന്നോണം അമേരിക്ക നിലവിൽ ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിക്, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലും അതുപോലെ ഖേഷം ദ്വീപിലുമാണ് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. IRIBയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു US-ന്റെ ആക്രമണം. സിറിക്കിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ പരിക്കേറ്റ നിരവധി പേരെ ഇപ്പോൾ മിനാബ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടും അവിടുത്തെ തദ്ദേശീയ മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിലവിൽ ഇറാനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ് നിലവിൽ ഇറാഖിലെ നജാഫ് എന്ന നഗരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നജാഫിൽ എത്തിയത്. അവിടെ ഇന്ന് വിലാപയാത്രയും അതുപോലെ പൊതുദർശനവും ഉൾപ്പെടെ നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടെയാണ് ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഇറാൻ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. US തുടർച്ചയായിട്ട് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയുണ്ട്. എന്തായാലും US ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ മാത്രമല്ല ഇറാനെതിരെ ഈ പ്രതികാര നടപടി എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാന്റെ ക്രൂഡ് ഓയിലിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിന് ഒരു ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 60 ദിവസത്തെ ലൈസൻസ് US-ന്റെ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരുന്നു. ഈ ഒരു ലൈസൻസും നിലവിൽ അമേരിക്ക ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അമേരിക്കയുമായി ഒപ്പിട്ട ഈ 14 ധാരണാപത്രത്തിലെ പല വ്യവസ്ഥകളും ഇതിലൂടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല. ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആക്രമണം ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു. തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകുന്ന പുതുക്കിയ ഉത്തരവ് ഇന്ന് ഹാജരാക്കും. INTUC നേതാവ് R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കും. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാരിന്റെ അവകാശം നിലനിർത്തിക്കൊണ്ടാണ് നിലവിൽ പ്രോസിക്യൂഷൻ അനുമതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്ന നവമി, ഈ വിഷയത്തിൽ സർക്കാരിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കോടതിയെ ആദ്യം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു, അതിനുശേഷം അത് തിരുത്തുന്നു, പ്രോസിക്യൂഷൻ അനുമതി സമർപ്പിക്കുന്നു, അത് തിരുത്തുന്നു. ഇപ്പോൾ അത് ഹാജരാക്കാൻ പോവുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം. നിശിതമായ വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് ഒരു നടപടിക്കെങ്കിലും സർക്കാർ തയ്യാറായത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. അതെ, രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ പലതവണ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒടുവിൽ ഈ ഒരു ഉത്തരവ് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവിലെ ഹൈക്കോടതി വിരുദ്ധ പരാമർശങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിനെതിരെ പ്രതികൾക്ക് അപ്പീൽ നൽകാമെന്ന മുൻ ഉത്തരവിലെ വിവാദ ഭാഗവും സർക്കാർ തിരുത്തിയിട്ടുമുണ്ട്. അതേസമയം ഹൈക്കോടതി ഉത്തരവിലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ സർക്കാരിനുള്ള
നടക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അനുമതിയാണ് നൽകിയിരിക്കുന്നത്, സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നതെന്നാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതിയുടെ നിശിതമായ വിമർശനങ്ങൾക്കും കോടതി ലക്ഷ്യത്തിനുള്ള കടുത്ത നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുകൾക്കും ഒടുവിലാണ് ഇപ്പോൾ INTUC സംസ്ഥാന പ്രസിഡന്റും കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനുമായ R ചന്ദ്രശേഖരൻ, മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കുവാനായി സർക്കാരിന് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ച് 2 ദിവസത്തെ സാവകാശം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ശരി, ഇതാണ് പ്രധാനപ്പെട്ട വിവരം. നവമിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ. 800ഓളം ജീവനക്കാർക്കാണ് ജോലി നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകുന്നു. AYF കോറോ ഹെൽത്തിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് ഒരു വിവരം. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി മറ്റന്നാൾ ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം വിളിച്ച ചർച്ചയിൽ കമ്പനി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നില്ല. ലേബർ കമ്മീഷണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൊച്ചിയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിൽ നിന്നായി 800-ലധികം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട പശ്ചാത്തലമാണ് ഈ സാഹചര്യം ഒരുക്കുന്നത്. നവമി, ഇവർക്ക് വെള്ളിയാഴ്ച വരെ ഓഫീസിൽ പ്രവേശിക്കാമെന്നൊക്കെയുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരമായൊരു നടപടി ഇവർക്കുണ്ടാവുക എന്നുള്ളതാണ്. ഇതിനകം തന്നെ ആനുകൂല്യങ്ങളടക്കം ഇവർക്ക് നൽകി കമ്പനി. തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത്തരമൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ? രഞ്ജിത്ത്, സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള ചർച്ചകളിലേക്കും സർക്കാർ കടന്നു കഴിഞ്ഞു. 10-ാം തീയതിയുള്ള നിർണായകമായ ചർച്ച, മന്ത്രി ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം, ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ നിലപാടിൽ നിന്നും ഒരു തരി പോലും ഇതുവരെയും പിന്നോട്ട് മാറിയിട്ടില്ല. കാരണം അവർ പറയുന്ന ഇതെല്ലാം സാമ്പത്തികമായി വലിയ ക്രൈസിസിലാണ് സ്ഥാപനം എന്നൊരു വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ അവിടുത്തെ ജീവനക്കാരടക്കം പറയുന്നത് തങ്ങളെ മാക്സിമം പണിയെടുപ്പിച്ചതിന് ശേഷം മനഃപൂർവ്വം പിരിച്ചുവിടുന്ന ഒരു നടപടികളിലേക്കാണ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്കാണ് ഈ സ്ഥാപനം കടന്നിരിക്കുന്നതെന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും 800ഓളം ജീവനക്കാർ വഴിയാധാരമായി നിൽക്കുന്ന സാഹചര്യമാണ്. അവർക്ക് വലിയ ആശങ്കയാണ്. എത്രത്തോളം ഈ ചർച്ചകൾ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ അതിനൊരു ഫലം കാണും എന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയ്ക്ക് ശേഷം പോലും ഇവിടേക്ക് എത്തുന്ന, ഓഫീസിലേക്ക് എത്തുന്ന ജീവനക്കാരെ അകത്ത് കയറ്റി പ്രവേശിപ്പിക്കണമെന്നൊരു നിർദ്ദേശമായിരുന്നു ആ ചർച്ചയ്ക്കൊടുവിൽ നൽകിയത്. പക്ഷേ കോഴിക്കോട് പോലും ഇന്നലെ ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യമായിരുന്നു. ജീവനക്കാർ പുറത്ത് നിന്ന് മടങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും വരുന്നത്. 3 മാസത്തെ ശമ്പളം ഇതിനോടകം തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ അവർ കരുതിക്കൂട്ടി, അതായത് ഇവരെ തിരിച്ചെടുക്കേണ്ടതില്ല, ഈ സ്ഥാപനം പൂട്ടി തന്നെ കിടക്കട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് ഈ സ്ഥാപനത്തിലുള്ളത് എന്നാണ് ഇതുവരെയും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം പ്രതീക്ഷയുണ്ട്. സർക്കാർ ഇടപെടുന്ന സാഹചര്യത്തിൽ, ഇത്രയും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ജീവനക്കാർക്ക് ആശ്വാസകരമാകുന്ന ഒരു നിലപാടിലേക്ക് കമ്പനി കടന്നേക്കാം എന്നാണ് ഇപ്പോൾ പറയാനായി സാധിക്കുന്നത്. എന്തായാലും ഇന്ന് അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം അരങ്ങേറിയതുമായിരുന്നു. ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെയാണ് ഈ ജീവനക്കാർക്ക് ചെറിയ ശതമാനമെങ്കിലും ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോലും കടക്കുവാനായി സ്ഥാപനം മുന്നോട്ട് വന്നത് ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ ഫലമായി തന്നെയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ചർച്ചയിൽ കമ്പനിയുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല. അഭിഭാഷകൻ മാത്രമായിരുന്നു പങ്കെടുത്തത്. എന്തായാലും മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അവർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ജീവനക്കാർ വലിയ ആശങ്കയിൽ തന്നെയാണ്. തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നൊരു വിധത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. എങ്കിൽ പോലും ഈ സർക്കാരിന്റെ ഇടപെടലുണ്ട്, ലേബർ കമ്മീഷൻ ഇടപെടുന്നുണ്ട്, യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. അവർക്ക് നീതി കിട്ടണം, അതിനുള്ള നീക്കത്തിലാണ് ഇടപെട്ടവരെല്ലാം. കോട്ടയത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ മേഖലയ്ക്കുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് സമരം. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഒരു സൂചനാ സമരമായി ഇത് വേണമെങ്കിൽ കാണാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വകാര്യ ബസ്സുകൾ തങ്ങളുടെ പ്രതിസന്ധി സർക്കാരിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണത്തിലുള്ള കുറവൊക്കെ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് ബസ് ഉടമകളുടെ നിലപാടെന്താണ് ഈ വിഷയത്തിൽ?
രഞ്ജിത്ത്, തീർച്ചയായും കോട്ടയത്ത് മാത്രമുള്ള ഒരു സമരമാണെങ്കിലും സംസ്ഥാനത്തിന് മൊത്തത്തിലുള്ള ഒരു സൂചനാ പണിമുടക്കായി ഇന്നത്തെ കോട്ടയത്തെ സമരം മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെയുള്ള KSRTC ബസ്സുകൾ ഇവിടെ എത്തി സർവീസ് നടത്തി മടങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും ഏതാണ്ട് സ്തംഭനാവസ്ഥയിൽ തന്നെയാണ്. ഏതാണ്ട് എല്ലാ യൂണിയനുകളും ഒരുമിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപൂർവം യാത്രക്കാർ മാത്രമാണ് ഇവിടെ വന്ന് പോകുന്നത് എന്നുള്ളതും എടുത്ത് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ബസ്സുകളിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരോടെല്ലാം ഈ കണ്ടക്ടർമാരുൾപ്പെടെയുള്ളവർ ഇന്ന് സമരമാണ് എന്ന കാര്യമൊക്കെ ഇന്നലെ ഓർമ്മിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഒരുപാട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല മേഖലകളിലും ഈ സ്വകാര്യ ബസ്സുകൾ കാര്യമായി സർവീസ് നടത്തുന്നുണ്ട്, പ്രത്യേകിച്ച് ഉൾവഴികളിൽ. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഇന്ന് ജോലിക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല പ്രതിസന്ധികളും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ ജീവിതം തന്നെ ആകെ പ്രതിസന്ധിയിലാകെ ആയി നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സർക്കാർ തലത്തിലൊരു പരിഹാരം ഉണ്ടാകണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് സർക്കാർ ഇതിൽ ഇടപെടാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധി, വലിയ ഈ ബസ്സുകൾ കയറ്റിയിടും, ഇനി ഓടില്ല എന്നൊക്കെ പല ജില്ലകളിലും പല ബസ് ഉടമകളും ഒക്കെ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം കോട്ടയത്തെ ഈ ഒരു സമരത്തെ കാണാൻ. എന്തായാലും അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയുടെ ഒരു ആഴം വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സമരം. രഞ്ജിത്ത്, കോട്ടയത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു. ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു സൂചനാ പണിമുടക്കായി ഇതിനെ കാണണം. ഇപ്പോൾ കേരളമെമ്പാടും സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് KSRTC പ്രിയദർശിനി ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് കണ്ടക്ടർക്ക് പരിക്ക്. ആലത്തൂർ വാനൂർ സ്വദേശി സെയ്ദ് മുഹമ്മദിനാണ് പരിക്കേറ്റത്. തിരക്ക് കാരണം ഡോർ അറിയാതെ തുറന്നതാണ് കണ്ടക്ടർ വീഴാൻ കാരണമായത്. കോഴിക്കോട് മണാശ്ശേരിയിൽ മധ്യവയസ്കനെ അയൽവാസി വെട്ടിക്കൊന്നു. മുതുക്കുറ്റിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന വിനോദ് കുമാറാണ് കൊല്ലപ്പെട്ടത്. മദ്യലഹരിയിൽ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. വിനോദ് കുമാറിനെ ഉടൻ തന്നെ KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ജയകുമാറിനായി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഇന്നലെ ഒരു വീട് കൂടി കാട്ടാന തകർത്തു. പുത്തൻപുരയ്ക്കൽ ടിജോ P. ജോയിയുടെ വീടാണ് തകർത്തത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ വീടാണ് കഞ്ഞിക്കുഴിയിൽ കാട്ടാന തകർക്കുന്നത്. പന്നാരം കുന്നേൽ എൽസമ്മയുടെ കൃഷിയിടത്തിലും കാട്ടാന വലിയ നാശമുണ്ടാക്കി. ഇതോടെ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ഇപ്പോൾ ഈ സംഭവം ഏതാണ്ട് ഓടിക്കുന്നതും പെറുക്കുന്നതും ഒക്കെ ഉണ്ട്. ഞാൻ പുറത്തിറങ്ങി ലൈറ്റ് തെളിച്ച് നോക്കി. അപ്പോൾ എന്തോ ഒരു സാധനം നിൽക്കുന്നവർക്ക് എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പേടിച്ചിട്ട് കയറി അകത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിച്ചു, നേരം വെളുപ്പിച്ചു, അങ്ങനെ പോന്നു. അന്നേരം ഷിജ വിളിക്കുന്നത് ഇങ്ങോട്ട് കയറി വരാം. പക്ഷേ എവിടം വരെ ഞാൻ വന്നിച്ച് പോയതാണ് രാവിലെ വെളുപ്പിന്. പക്ഷേ വെളുപ്പിനെ പോയിട്ട് ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. പല മൃഗങ്ങളും ഓർത്തുകൊണ്ട് അങ്ങനെ പോയി. ഈ സാധനത്തിനെ ഞാൻ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സാധനം പന്നിയോ എല്ലൊക്കെ ആണെന്നാണ് ഓർത്ത് പോയത്. തന്നെ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ ഞാൻ കിടക്കുന്നത്. എൻ്റെ പേരെയാണ് 1ാമത് മോശം. എപ്പം വേണേലും എന്ത് വേണേലും സംഭവിക്കാം. എറണാകുളം ചെമ്പുമുക്ക് അസീസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ സംഘടിപ്പിച്ച അന്തർവിദ്യാലയ കലാമേള കൈറോസ് 2026 ശ്രദ്ധേയമായി. 165 പോയിന്റോടെ കളമശ്ശേരി രാജഗിരി പബ്ലിക് സ്കൂൾ മേളയിൽ ജേതാക്കളായി. പൂഞ്ഞാശ്ശേരി ആസ്പെയർ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളാണ് റണ്ണേഴ്സ് അപ്പായത്. 38 CBSE സ്കൂളുകളിൽ നിന്നായി 815 വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. Down the 7 bridges road. Can't you see it already? My arms are getting heavy from the weight of the world. It's up to me and I'm getting sweaty. It's just too much to hold.
ലോക ഫുട്ബോൾ സമയത്തെ ലോഡ് ഷെഡിങ്ങിനെതിരെ AIYF നേതൃത്വത്തിൽ എറണാകുളം KCB ഓഫീസിന് മുന്നിൽ കാൽപന്ത് കളിച്ച് പ്രതിഷേധം. ഇഷ്ട ഫുട്ബോൾ താരങ്ങളുടെ ജേഴ്സി ധരിച്ചായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. KR റഡീഷ്, PK രാജേഷ്, TC സഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ AIYF നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി നമുക്കിനി ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. വയനാട് മീനങ്ങാടി സ്വദേശികളായ സുനിൽ ശാന്തി ദമ്പതികളുടെ മകൻ സ്നേഹാഷിബിന്റെ പിറന്നാൾ ഇന്നാണ്. സ്നേഹാഷിബിന് എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഫുട്ഗോളം കാണാം. പ്രത്യേകിച്ചും മെസ്സിയുടെ മാജിക് തിരിച്ചുവരവ്, അർജന്റീനയുടെ തിരിച്ചുവരവ്, ആരാധകരെ ആവേശത്തിലാക്കിയുള്ള അവരുടെ ക്വാർട്ടർ പ്രവേശനം. വിശദമായി തന്നെ ഇടവേളയ്ക്ക് ശേഷം.